ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 രാത്രികാലം നമ്മെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിൽ വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ മത്തായും നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസനായി ഇന്ന് രാത്രി നമ്മോട് ദൈവത്തിന് വചനം സംസാരിക്കുന്നത് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി താൻ മുംബൈയിൽ പാർത്ത് ആമേൻ കർത്താവിനെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈസ് നോൺ ടു us വെരി വെൽ. നമ്മുടെ മധ്യത്തിൽ കടന്നു വരികയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത കർത്താവിന്റെ ദാസനാകുന്നു. തന്റെ പിതാവ് പാസ്റ്റർ മത്തായി ദീർഘവർഷങ്ങൾ വടക്കേന്ത്യയിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. ഇന്ന് താൻ കേരളത്തിലായിരിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് തന്റെ സഹോദരൻ മിനിസ്ട്രിയിലായിരിക്കുന്നു. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ ഹല്ലേലൂയ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയറായിട്ട് താൻ പ്രവർത്തിക്കുന്നു. Amen. He is going to bring God's word to us tonight. We are in God's presence with great expectation. ഇന്ന് രാത്രി വളരെ പ്രതീക്ഷയോട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഒരു പ്രാർത്ഥന വിഷയം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഫോർട്ട് വർത്തിൽ താമസിക്കുന്ന ബ്രദർ ദീപു ആൻഡ് ജൂബിയുടെ ഒരു കസിൻ സിൻതിയ, പലപ്പോഴും നമ്മൾ പ്രയർ ലൈനിൽ ഓർത്ത് പ്രാർത്ഥിച്ച ഒരു ചെറുപ്പക്കാരിയായ സഹോദരി, താൻ ന്യൂജേഴ്സിയിൽ പാർക്കുന്നു. ക്യാൻസറിനാൽ താൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ അത്യാസന നിലയിൽ മരണത്തോട് മല്ലടിച്ച് ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ആമേൻ തനിക്ക് ഇനി മുമ്പിൽ ഉണ്ടെന്ന് കുറച്ചു നേരം മുമ്പേ അറിയാനിടയായി തീർന്നു. ഒരു നിമിഷം നമുക്ക് ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷി വാസ് എൻഗേജ്ഡ് ബട്ട് ഷി നെവർ ഗോട്ട് മാരീഡ്. ഹല്ലേലൂയ. തന്റെ ഫിയാൻസിയും അവിടെ അടുത്തുണ്ട്, കുടുംബങ്ങളൊക്കെ തന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ. ഷീ ഈസ് ബാറ്റ്ലിംഗ് ഫോർ ഹർ ലൈഫ് ഇൻ ദ ലാസ്റ്റ് സ്റ്റേജസ്. നമുക്കൊരു നിമിഷം ആ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിയുടെ അയക്കുന്ന ദീപുവിന് വേണ്ടി, ജൂബിക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവേ, sometimes Lord we have no words Lord. Hallelujah. എന്ത് തന്നെ പ്രാർത്ഥിക്കണമെന്ന് പോലും പലപ്പോഴും ഞങ്ങൾ മനസ്സിലാകാതിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമാധാനത്തിന്റെ കരം കർത്താവേ, നിന്റെ കർത്താവേ, സമാധാനത്തിന്റെ കരം നിന്റെ മക്കൾക്ക് ചുറ്റും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് നീ നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. രാത്രി ഞങ്ങൾ ഇനി ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Brother Jomon and Stanley, they are going to lead us in a time of worship. നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ അവർ പാടുന്നുവെങ്കിലും ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ നാം ആയിരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ആദരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളെ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ. You have your instruments with you. I mean, tambourine, you play. Hallelujah. We would love to see you wherever you are. ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബെൻസൺ മത്തായി will give God's message to us. Amen. Hallelujah. Volume, sound. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. എന്നെ വീണ്ടെടുത്ത കർത്താവേ, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. ഇവിടെ ആര് വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, ആര് പ്രസംഗിക്കുന്നു എന്നല്ല, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവത്തെ അല്പസമയം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. We worship you, Jesus. We praise you, Lord. We thank you, Jesus. Hallelujah. For everything in our life. Hallelujah. Oh, we praise you, Lord. We praise you, Jesus. Amen. Hallelujah.
കർത്തനെ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ ഒരിക്കൽ കൂടെ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ ആർക്കപ്പെട്ട കുഞ്ഞാടേ നീ യോഗ്യൻ ഹല്ലേലൂയ നീ യോഗ്യൻ നീ യോഗ്യനായ ദൈവം ഹല്ലേലൂയ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു കർത്താവേ ഹല്ലേലൂയ എല്ലാ നാവും ഈ രാത്രികാലം ചേർന്ന് പാടിക്കാട്ടെ അവൻ യോഗ്യൻ യോഗ്യനായ ഒരു ദൈവം യോഗ്യനായ ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നു ആ സന്തോഷ സുദിനത്തിൽ അവനുമായി ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് യു ജീസസ് താങ്ക് യു ലോർഡ് Oh, we thank you, Jesus. We worship you, Lord. Thank you for everything in our life, Jesus. Amen. Hallelujah. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ പാടി സ്തുതിക്കാം. നന്മയല്ലാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്തൊരു ദൈവം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുമവൻ നമ്മുടെ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനെന്നിൽ പകരുമവൻ യേശു യേശു അവനോരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു 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 അവനോരിലും വലിയവൻ എൻ്റെ യേശു 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 അവനാരിലും മതിയായവൻ ഇരുൾ നമ്മെ മൂടിയിടുമ്പോൾ ലോക വെളിച്ചമായി അവനണയും രോഗികളായിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ
നമ്മെ നിറച്ചിടും അനുദിനവും. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ. സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. Oh, we praise you, Jesus. We thank you, Lord. കണ്ണുനീർ താഴ്വരകളിൽ കൂടി നമ്മൾ കടന്നു പോയാലും ജീവജല നദിയാക്കി തരുന്ന ദൈവം. ഹല്ലേലൂയ. ലോകത്തിന്റെ ചങ്ങലകൾ നമ്മളെ ബന്ധിച്ചാലും മണിവീണയാക്കി തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധനയോടെ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ കടന്നു വരുന്ന കർത്താവേ, നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Lord. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ യേശു ക്രിസ്തു ജീവിക്കുന്നുവെന്ന് ധൈര്യവും ഉറപ്പുമുള്ളവർ എല്ലാവരും തങ്ങളുടെ കൈകളെ ഉയർത്തി ദൈവത്തെ ഒരു നിമിഷം സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനീ വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഇഹലോകത്തിൽ താനീ വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ. ഭയം എന്നീ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഭയം എന്നീ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഒരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്തേ. ഇനി ഒരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്തേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ.
കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു 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 കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നതിനാൽ എന്നും ഞാനും എന്നേക്കും ജീവിക്കുമെന്നാരുള്ളിയ കർത്താവിനോട് കൂടെ ഇന്ന് രാത്രി കാലം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ഭയവും കൂടാതെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാലം കടന്നു വരുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, നമ്മൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. We praise you, Lord. Oh, hallelujah, hallelujah. Thank you, Lord. ഹുറബശന്തലേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കരങ്ങളെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. Amen. Hallelujah. Amen. Amen. Hallelujah. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Amen. It was not possible for death to hold him down. മരണഭാഷ്യങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അവനെ ഉയർപ്പിച്ചു. Amen. Hallelujah. അവനെ ഉയർപ്പിച്ച അതേ ശക്തി നമ്മുടെ മൺകൂടാരങ്ങൾ ഇന്ന് രാത്രികാലം Hallelujah ശക്തിയായി വ്യാപരിക്കട്ടെ. Hallelujah. Amen. Hallelujah. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസ്ഥലായിരിക്കാം. Hallelujah. I invite Pastor Benson Mathai to bring God's word to us. Amen. വളരെ അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയിൽ മെട്രോ ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവയ്ക്കുവാനും ലഭ്യമായ ഈ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ സതീഷ് കുമാർ കുടുംബം, നാക്കോഗിന്റെ ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്ന അനുഗ്രഹീത ദൈവത്തിന്റെ ദാസൻ ജോസ് പാസ്റ്റർ, മറ്റ് ബഹുമാന്യരായ ദൈവത്തിന്റെ ദാസന്മാർ, മെട്രോ ചർച്ച് ഓഫ് ഗോഡിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ ഏതാണ്ട് ഒരു വർഷത്തോളമായി നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കരുതുന്ന, കാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങളിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ ക്ലേശകരമായ ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് പലർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്താവ് അവസരം തന്നു. ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ചിലരൊക്കെ ശാരീരിക ക്ലേശങ്ങളായിരിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് വേണ്ടിയും പ്രത്യേകാല ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. സമാനമായ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളും ആയിരിക്കുന്നിടങ്ങളിലൊക്കെ കടന്നു പോകുവാനായിട്ടിടയായി തീർന്നു. എങ്കിലും
ദൈവം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ മറച്ച ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശ്വശാൽ മെട്രോ ചർച്ച് ഓഫ് ഗോഡിനെ ഓർത്ത് ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദർശനമുള്ള ലീഡർഷിപ്പിനായി വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് സെൻട്രൽ വെസ്റ്റ് റീജിയനോടുള്ള ബന്ധത്തിൽ മെട്രോ ചർച്ച് ഓഫ് ഗോഡ് സജീവ പങ്കാളികളായി മിഷൻ മേഖലകളിൽ എല്ലാവിധമായ കൈത്താങ്ങലുകളും വിശ്വശാലി കോവിഡ് കാലഘട്ടത്തിൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ നമ്മുടെ മിഷണറിമാർക്കൊക്കെ കൈത്താങ്ങലായി ദൈവത്തിന്റെ സഭ ദൈവമക്കൾ മുന്നോട്ട് കടന്നു വന്നു എന്നുള്ളതിൽ ഹൃദയംഗമമായി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും കൈത്താങ്ങലിനും പ്രത്യേകം നന്ദി പറയുകയും വരും ദിവസങ്ങളിലും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങൾ ദൈവസഭയായി ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ സമയം ചിലവഴിപ്പാൻ ദൈവം അവസരം തരുന്നുവല്ലോ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആളുകളുടെ എണ്ണം, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ എണ്ണം കണ്ടപ്പോൾ തന്നെ എത്ര ഉത്സാഹത്തോടുകൂടെ സാധാരണ സ്ഥിതികളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായി വളരെ ഉത്സാഹത്തോടുകൂടെ ദൈവസന്നിധിയോട് അടുക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നുവല്ലോ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം, ഒരുമിച്ച് ആലയത്തിൽ കൂടി വരുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, ഒരുമിച്ച് ആരാധിക്കുവാൻ ഒക്കെ അവസരങ്ങൾ ലഭ്യമാകുന്നില്ല എങ്കിലും ഈ മാധ്യമത്തിലൂടെയാണെങ്കിലും നമ്മുടെ ഉത്സാഹം കുറഞ്ഞു പോകാതെ, ഊർജ്ജസ്വലത കുറഞ്ഞു പോകാതെ, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും കുറഞ്ഞു പോകാതെ ഇപ്രകാരം ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ചില മാസങ്ങൾ ശാരീരികമായി ക്ലേശങ്ങൾ, ഭൗതികമായ നഷ്ടങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വച്ചിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഞാൻ മനസ്സിലാക്കുന്നു, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് വളർച്ചയുടെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ നാളുകളായിരുന്നു കടന്നുപോയത്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ. ദൈവം അറിയാതെ, അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഈ പ്രതിസന്ധി കാലഘട്ടത്തിന്റെ ആരംഭ നാളുകളിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ചിന്തകളിലും അന്തരംഗത്തിലും ദൈവാത്മാവ് തന്ന ഒരു പ്രത്യേക ആലോചന എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എന്നെ വളരെ ഉറപ്പിച്ചു നിർത്തിയ ഒരു ചിന്തയായിരുന്നു. അതിങ്ങനെയാണ്: God has a purpose in allowing anything to happen in our lives. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. We are unable to fathom the wisdom of God behind it. അതിന്റെ പിന്നിലുള്ള ദൈവിക ജ്ഞാനം എന്താണെന്ന്, ദൈവിക പദ്ധതിയാണ് എന്താണെന്ന് ഒരുപക്ഷെ തിരിച്ചറിയുവാനുള്ള പ്രാപ്തി, ത്രാണി നമുക്കുണ്ടാകണമെന്നില്ല. അതങ്ങനെ തന്നെയാണ്. കാര്യം ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ എല്ലാം തിരിച്ചറിയുവാൻ ഒരുപക്ഷെ പ്രിയമുള്ളവരെ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരികയില്ല, പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ അറിവുണ്ടായിരുന്ന, അനുഭവം ഉണ്ടായിരുന്ന ഇയ്യോബിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി സംബന്ധിച്ച് തന്റെ സ്നേഹിതന്മാര്
പല നിലകളിൽ അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചു. അവരുടെ വ്യാഖ്യാനങ്ങൾക്കൊക്കെ തക്ക മറുപടി പറയുവാനുള്ള ജ്ഞാനം ഇയ്യോബിനും ഉണ്ടായിരുന്നു. വാദങ്ങളോട് പ്രതിവാദം പറയുവാൻ ഇയ്യോബിന് വളരെ പ്രാപ്തി ഉണ്ടായിരുന്നു. എന്നാല് നമ്മള് ആ പുസ്തകത്തിന്റെ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. ചുഴലിക്കാറ്റിൽ യഹോവ അവന് പ്രത്യക്ഷനായി അവനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒടുവിൽ അവൻ ദൈവമുമ്പാകെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു വട്ടം സംസാരിച്ചു പോയി, ഇനി ഞാൻ മിണ്ടുകയല്ലെന്നാ പറയുന്നു. ഒത്തിരി ന്യായവാദങ്ങൾ, തർക്കങ്ങൾ ഒക്കെ പറഞ്ഞ യോ പറയുകയാ, യോ ഞാൻ സംസാരിച്ചു പോയി, ഇനി ഞാൻ മിണ്ടുകയല്ല എന്നിട്ട് പറയുകയാണ്, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണാൽ കാണുന്നു. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അറിവും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ജ്ഞാനവും ഒന്നും യഥാർത്ഥമായ അറിവായിരുന്നില്ല എന്ന് താൻ കൈ തുറന്ന് സമ്മതിക്കുകയാണ്. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങളെ ഡിസൈൻ ചെയ്യാൻ നാം നമ്മാൽ കഴിയുന്നിടത്തോളം ശ്രമിക്കുന്നുവെങ്കിലും എല്ലാറ്റിൻ്റെയും പിന്നിൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം, അതിന്റെ ഉദ്ദേശം എന്തെന്ന് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് തിരിച്ചറിയുവാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വരും. ആ ചിന്തയുടെ തുടർച്ച ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ മനസ്സിലാക്കി. അവർ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ടു സറണ്ടർ ഈസ് ടു സറണ്ടർ ടു ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. നമ്മുടെ ആത്യന്തികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ ചിന്തകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയുവാൻ ഒരുപക്ഷെ നമുക്ക് പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്യന്തികമായി ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലും ഇനിമേലാൽ നാം കടന്നു പോകുന്ന, നാം അഭിമുഖീകരിക്കുന്ന ഏത് ജീവിത വിഷയത്തിലും പ്രതിസന്ധിയിലും ഈ കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ വിശ്വാസയാത്ര നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകളാണല്ലോ. സാധാരണ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവമക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫാസ്റ്റിംഗ്, ഈസ് ഇറ്റ് എ റിക്വയർമെന്റ് ഓർ എ റെക്കമെൻഡേഷൻ? ഉപവാസം എന്ന് പറയുന്നത് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു കൽപ്പനയാണോ, അതോ പ്രായോഗികമാക്കുവാനുള്ള ഒരു പ്രബോധനമാണോ? ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിലും ഞാൻ ആ ചിന്ത ഒന്ന് കൊണ്ടുവരികയാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായി ഒന്ന് ചിന്തിക്കുന്നതിന്, അവരവരോടൊരു മറുപടി പറയുന്നതിന്. ഈസ് ഇറ്റ് എ റിക്വയർമെന്റ് ഓർ എ റെക്കമെൻഡേഷൻ? മുന്നമേ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ വ്യത്യസ്ത നിലകളിൽ ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ റിക്വയർമെന്റ്, യു മസ്റ്റ് ഡു ഇറ്റ്. എന്നാൽ മറ്റു ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ റെക്കമെൻഡേഷൻ, നമുക്ക് അനുഷ്ഠിക്കാൻ അവസരമുള്ള ഒരു പ്രബോധനമാണ്. നിങ്ങൾ ഓരോരുത്തരും അതെങ്ങനെ എടുക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് നിലയിലും എടുക്കുവാൻ നമുക്ക് വചനത്തിന്റെ വ്യവസ്ഥയുണ്ട്. കാരണം ഒരു ഖണ്ഡിതമായ കൽപ്പനയായി തിരുവചനത്തിൽ ഉപവാസത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും വിശേഷാൽ യോവേൽ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ ഉപവാസം പ്രസിദ്ധമാക്കുവാൻ ദൈവം തന്നെ സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവ ജനത്തിന്റെ വിവിധ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കളൊക്കെ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരുന്ന സമയം ചിലവഴിച്ച സന്ദർഭങ്ങളെ തിരുവചനം നമുക്ക്
പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഉപവാസവും പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നിർബന്ധത്താൽ അനുഷ്ഠിക്കുന്നതായിട്ട് അല്ല, നേരെ മറിച്ച് നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വെളിച്ചത്തിൽ, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉപവസിക്കാതെ ഇരിപ്പാൻ കഴിയുകയില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ദൈവത്തോട് നാം അടുത്ത് ചെന്ന് കഴിയുമ്പോൾ, ദൈവികമായി നാം ബന്ധം പുലർത്തി കഴിയുമ്പോൾ, ദൈവികത നമ്മൾ വർദ്ധിച്ചു കഴിയുമ്പോൾ നാം അറിയാതെ ഉപവസിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥനയിൽ സമയങ്ങൾ ചിലവഴിക്കുവാനായിട്ടിടയായിത്തീരും. ഈ ആണ്ടിന്റെ തുടക്കം ആ നിലയിലായിരിക്കാൻ ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് അവസരം നൽകുന്നതിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട്. ഉപവാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത്, it is the time to seek the face of the Lord. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നാം ക്രമീകരിച്ച പ്രഖ്യാപിക്കപ്പെട്ട ഉപവാസത്തിന്റെ ദിനങ്ങൾ 21 days, അത് എളുപ്പത്തിൽ അങ്ങ് കടന്നു പോകും. നമ്മൾ ഈ 21 ദിവസം എന്നൊക്കെ പറയുന്നെങ്കിലും ആദ്യ ഒരാഴ്ചയൊക്കെ എന്ത് പെട്ടെന്ന് കടന്നു പോയല്ലേ. അടുത്ത 2 ആഴ്ചകളും വളരെ വേഗത്തിൽ അങ്ങ് കടന്നു പോകും. ഇതിനു മുമ്പേയും നമ്മൾ ഒത്തിരി ഉപവാസങ്ങൾ ഇതുപോലെ സംബന്ധിച്ചിട്ടുണ്ട്, സമയങ്ങൾ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ പല ഉപവാസങ്ങളും അർത്ഥവത്തായ നിലയിൽ ജീവിതത്തിൽ അനുഭവമാക്കുന്ന, പ്രായോഗികമാക്കുന്ന ആളുകൾ സഭയിൽ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ഒരു ശുശ്രൂഷയുടെ ഭാഗമായി പലരും സംബന്ധിക്കുമെന്നുവെങ്കിലും വളരെ അർത്ഥവത്തായ നിലയിൽ ഉപവാസത്തെയും പ്രാർത്ഥനയെയും ജീവിതത്തിൽ പ്രയോജനമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉണ്ടാകണം. Make this fasting a meaningful experience in our lives. Continuously let us seek the face of the Lord. ദൈവത്തിന്റെ മുഖം നമ്മൾ അന്വേഷിക്കുവാനുള്ള ഒരു സമയമാണ് ഉപവാസത്തിന്റെ സമയം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നാം നമ്മെ തന്നെ പരിശോധിക്കുന്ന സമയമാണ് ഉപവാസത്തിന്റെ സമയം. ഇറ്റ്സ് ദ ടൈം ഫോർ സെൽഫ് എക്സാമിനേഷൻ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണുവാൻ, വിചിന്തനം ചെയ്യുവാൻ, അവലോകനം ചെയ്യുവാൻ, വിവേചിപ്പാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നാളുകൾ നിശ്ചയമായും ഇടവരുത്തണം. നമ്മളൊക്കെ ജീവിതയാത്രയിൽ ഒരുപാട് തിരക്കോടുകൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നിലുണ്ടായിരുന്നത്. ആവശ്യത്തിനുള്ള തിരക്കും ആവശ്യമില്ലാത്ത തിരക്കും എല്ലാം കൂട്ടിച്ചേർത്ത് സമ്മിശ്രമായ ഒരു ജീവിതം നമ്മൾ ഇങ്ങനെ നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ ആ ഓവർ സ്പീഡിലുള്ള യാത്രയ്ക്ക് ദൈവം ഒരു ബ്രേക്ക് ഇട്ടു. ഈ കാലഘട്ടത്തിൽ പതിയെ ദൈവം ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. സ്ലോ ഡൗൺ. അതൊരു ദൈവത്തിന്റെ സന്ദേശമായിരുന്നു. സ്ലോ ഡൗൺ യുവർ ലൈഫ്, സ്ലോ ഡൗൺ. നമ്മുടെ മൊത്തത്തിലുള്ള ജീവിതത്തെ ഒന്ന് വേഗത കുറച്ച് ചില സന്ദർഭങ്ങളിൽ ദൈവം അങ്ങനെ നമ്മളോട് പറയും കേട്ടോ, ജസ്റ്റ് സ്ലോ ഡൗൺ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ദൈവമനുഷ്യൻ ഒരിക്കല് തന്റെ വാഹനം അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ടു പോവുകയാണ്. നിയന്ത്രിതമായ സ്പീഡിനേക്കാൾ അധികം ഓവർ സ്പീഡിൽ തന്റെ വാഹനം പോവുക. പക്ഷെ അങ്ങനെ വാഹനം ഓടിക്കുമ്പോഴും താൻ ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അല്ലെ? നിങ്ങൾ ഈ പലരും വാഹനമൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയും അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ദൈവമനുഷ്യൻ വളരെ ഓവർ സ്പീഡിൽ ഹൈവേയിലൂടെ പോവുകയാണ്. അപ്പോ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് താൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എന്നോട് സംസാരിക്കണം. കുറെ കഴിഞ്ഞിട്ടും ദൈവം തന്നോട് സംസാരിക്കുന്നില്ല, തന്നോട് ഇടപെടുന്നില്ല. അപ്പോ
കുറച്ച് സമയങ്ങൾക്ക് ശേഷം വളരെ പ്രയാസത്തോടെ കർത്താവേ നീ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ട ഒരു ദൈവശബ്ദത്തെ കുറിച്ച് പറഞ്ഞത്, ഫസ്റ്റ് യു സ്ലോ ഡൗൺ യുവർ വെഹിക്കിൾ. കാര്യം ഓവർ സ്പീഡിൽ നിയമം ലംഘിച്ച് താൻ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോഴും ദൈവത്തോട് പറയുകയാണ് എന്നോട് സംസാരിക്കണമെന്ന്. ദൈവം എങ്ങനെ സംസാരിക്കാനാ? ദൈവം പറഞ്ഞു, നീ ആദ്യം നിയമം അനുസരിച്ച് അതിന്റെ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കും. നമ്മളും ഈ ഓവർ സ്പീഡിലുള്ള പോക്കിനകത്ത് ഒരുപക്ഷെ പല ദൈവിക നിയമങ്ങളെ കുറിച്ചും കാഴ്ചപ്പാടില്ലാതെയോ പ്രാധാന്യത കൊടുക്കാതെയോ ഒക്കെ ഓടിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആത്മശോധനയോടുകൂടെ ജീവിതത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. അതിലെല്ലാം ഉപരി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ ഫാസ്റ്റിംഗിന്റെ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് പെനിറ്റൻസ്, റിപ്പൻഡൻസ്. അനുതാപത്തിന്റെ അവസരങ്ങളാണ് ഉപവാസത്തിന്റെ സമയം എന്ന് പറയുന്നത്. അനുതാപത്തിന്റെ അവസരങ്ങളാണ്. അനുതാപമില്ലാത്ത ആഘോഷം മാത്രമാണ് ഉപവാസമെങ്കിൽ പ്രിയമുള്ളവരെ അതിൽ ദൈവമുമ്പാകെ ഒരു അർത്ഥമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ ആ കാര്യം പറയുകയാണ്. അനുതാപമില്ലാത്ത ആഘോഷം മാത്രമാണ് നമ്മുടെ ഉപവാസത്തിന്റെ കാലഘട്ടമെങ്കിൽ ആ ഉപവാസത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകണമെന്നില്ല. സ്തോത്രം. ഒരനുതാപത്തിന്റെ ആവശ്യകത ഇല്ലാത്ത ആരും ഇന്ന് രാത്രി എന്റെ വചനം കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവമുമ്പാകെ മാറ്റങ്ങൾക്ക് വിധേയരാകുവാൻ ബാധ്യസ്ഥതയുള്ളവരാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ. 2020 വ്യത്യസ്തമായ നിലയിൽ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന്. I am liable to make changes in my life. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് ചിന്താഗതിയുള്ള എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. ഒരു മാറ്റവും ആവശ്യമില്ലാത്ത പൂർണ്ണതയുടെ തലത്തിലേക്ക് എത്തിച്ചേർന്ന ആരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു എന്നെനിക്ക് വിചാരമില്ല. നാം എല്ലാവരും മാറ്റങ്ങൾക്ക് വിധേയരാകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട നാളുകളിലാണ് ദൈവം നമ്മെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് ചോദിക്കണം. അല്ല, ചോദിക്കാതെ തന്നെ നമുക്കറിയാവുന്ന മേഖലകളുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലയാണെന്ന് നമുക്ക് നന്നായി അറിയാമായിരുന്നിട്ടും ആവർത്തിച്ച് ദൈവം നമുക്ക് ആലോചന തന്നിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തിയിട്ടും ഇപ്പോഴും മാറ്റത്തിന് വിധേയമാകാതെ നാം തുടരുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവമുമ്പാകെ അടിയറോ പറഞ്ഞ കർത്താവേ, ഞാൻ മാറ്റത്തിന് വിധേയനാകുന്നു എന്ന് ദൈവത്തോട് പറയുവാൻ നമ്മളിൽ ചിലർക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഈസ് ദ ടൈം ഓഫ് പെനിറ്റൻസ് ആൻഡ് ചേഞ്ച് ഇൻ അവർ ലൈഫ്സ്. ആൻഡ് ഓൾസോ ദിസ് ഈസ് ദ ടൈം ടു സീക്ക് ഗൈഡൻസ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് നിയോഗവും ആലോചനയും പ്രാപിക്കുവാനുള്ള ഒരു സമയമാണ് ഉപവാസത്തിന്റെ സമയം എന്ന് പറയുന്നത്. എസ്രായുടെ നേതൃത്വത്തിലൊക്കെ നമുക്കറിയാം, ഹവ ആക്ടിംഗിൽ ഉപവാസം പ്രഖ്യാപിച്ച് അവർ ദൈവമുഖം അന്വേഷിച്ചത് മുന്നോട്ടുള്ള അവരുടെ ഗമനത്തിൽ അവർക്ക് ദൈവ നിയോഗം ഉണ്ടാകേണ്ടതിനു വേണ്ടിയാണ്, ദൈവിക നടത്തിപ്പുണ്ടാകേണ്ടതിനു വേണ്ടിയാണ്, ദൈവിക പരിപാലനം ഉണ്ടാകേണ്ടതിനു വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദൈവസ്നേഹത്തിൽ പറയട്ടെ, ഒരുപക്ഷെ നാളെയുടെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളുടെ നാളുകളായിരിക്കും, പ്രതിസന്ധികളുടെ നാളുകളായിരിക്കും, ഭയാനകമായ നാളുകളായിരിക്കും. മനുഷ്യൻ സ്വപ്നം കണ്ടതുപോലെയോ കണക്ക് കൂട്ടിയതുപോലെയോ അല്ല കാര്യങ്ങൾ. ഉത്തരവാദിത്തപ്പെട്ടവർക്കൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ്. ഒരു വിശദീകരണം പോലും നൽകുവാൻ കഴിയാതെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒക്കെ പകച്ചു നിൽക്കുകയാണ്. ഇതിനേക്കാൾ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പുകൾ പല മേഖലകളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്.
നമുക്കറിയാം WHO ഭാഗത്ത് നിന്ന്, UN ഭാഗത്ത് നിന്ന്, ഓരോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭാഗത്ത് നിന്നൊക്കെ പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പുകളുടെ ശബ്ദമാണ് ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഏത് വെല്ലുവിളിയുടെ മുമ്പിലും when we seek the face of the Lord and seek his guidance, ദൈവമുഖം അന്വേഷിച്ച് ദൈവിക നടത്തിപ്പിനായി, നിയോഗത്തിനായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആലോചന നൽകി നടത്തുവാൻ, വഴി കാണിച്ചു മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ബലപ്പെടുത്തി നമ്മെ നയിക്കുവാൻ നാം സേവിക്കുന്ന കർത്താവ് ശക്തനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പ്രവാചകനായ യിരെമ്യാവ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും. സ്തോത്രം. നമ്മൾ പലപ്പോഴും ആ പാട്ട് ഇംഗ്ലീഷിൽ പാടും, ഗ്രേറ്റ് ഇൻ കൗൺസിൽ ആൻഡ് മൈറ്റി ഇൻ ഡീഡ്. നമ്മുടെ ദൈവം അവൻ ആലോചനയിൽ വലിയവനാണ്, അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അവൻ ആലോചന മാത്രം നൽകുന്ന ദൈവമല്ല, അവന്റെ ആലോചനകളെ തന്റെ ശക്തിയാൽ അവൻ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഇടയ്ക്ക് ആ വാക്യം കടന്നു വന്നതുകൊണ്ട് ദൈവമക്കളുടെ പ്രചോദനത്തിനായി, ഉത്തേജനത്തിനായി, ധൈര്യത്തിനായി ഞാനൊരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. ആസാഫ് പറയുന്നത് പോലെ അവൻ തന്റെ ആലോചനയാൽ നമ്മെ നടത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇരുൾ മൂടിയ സാഹചര്യമാണെങ്കിലും, ഇന്ന് പാടിയതുപോലെ ഇരുൾ നമ്മെ മൂടിയിടുമ്പോൾ എന്ന് പാടിയതുപോലെ, പ്രിയമുള്ളവരെ, ഇരുൾ മൂടിയ സാഹചര്യം, വഴിയറിയാത്ത അവസ്ഥകൾ, എന്നാൽ അതിന്റെ നടുവിൽ ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അവൻ ജീവിക്കുന്ന ദൈവമാണ്. Let us seek his guidance in these days, because he is great in counsel and mighty in deed. Praise the Lord. And ultimately, fasting and prayer, it is the time of rededication for the service of the Lord. കർത്താവിന്റെ സേവയ്ക്കായി നമ്മെ തന്നെ പുനർസമർപ്പണം ചെയ്യുന്ന ഒരവസരമാകണം. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ആഴമേറിയ ആത്മസമർപ്പണമുള്ളവരാണ്. നിങ്ങളുടെ ആ സമർപ്പണത്തെ ഞാൻ ആദരിക്കുന്നു, ഞാൻ മാനിക്കുന്നു. പക്ഷെ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു പുനർസമർപ്പണമാണ്. Let's have a rededication, renew our commitment. നമ്മുടെ സമർപ്പണം പുതുക്കുവാൻ ഈ ദിവസങ്ങളിലെ ഉപവാസ പ്രാർത്ഥന ദൈവം കാരണമാക്കട്ടെ. ആമുഖമായി ഞാൻ ചില കാര്യങ്ങൾ ഉപവാസം സംബന്ധിച്ച് ഒരു പ്രബോധനമായി നിങ്ങളോട് പറയുകയാണ് ചെയ്തത്. ഇന്ന് രാത്രിയുള്ള വചന സന്ദേശം സംബന്ധിച്ച് ദൈവസന്നിധിയിൽ അനേക വിഷയങ്ങളും ചിന്തകളും ആലോചനകളും ഒക്കെ എന്റെ മനസ്സിൽ ഞാൻ താലോലിക്കുകയും ധ്യാനിക്കുകയും തയ്യാറാവുകയും ഒക്കെ ചെയ്തുവെങ്കിലും, ഈ ഉപവാസം സംബന്ധിച്ച്, ഈ സംവത്സരം സംബന്ധിച്ച് നിങ്ങൾക്ക് ദൈവത്തിന്റെ ദാസൻ ആത്മനിയോഗത്തിൽ നൽകിയ ഒരു തീമുണ്ട്. ആ തീം കർത്താവിന്റെ ദാസൻ എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് ആത്മനിയോഗമുണ്ടായി. ആ തീമിനോടുള്ള ബന്ധത്തിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് വി വാക്ക് ബൈ ഫെയ്ത്ത്. ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നു. ഒരുപക്ഷെ ആവർത്തന വിരസത ഉണ്ടാകാൻ സാധ്യതയുള്ള നിലയിൽ അനേക തവണ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരൊക്കെ ഈ വാക്ക് ആവർത്തിച്ചെന്ന് വരും, വാചകം ആവർത്തിച്ചെന്ന് വരും. എന്നാൽ ദൈവമക്കളോട് ഞാൻ മുന്നമേ പറയുകയാണ്, ആവർത്തന വിരസത ഉണ്ടാകാതെ നമ്മുടെ അന്തരംഗത്തിൽ ആ ദൈവശബ്ദം എഴുതപ്പെടുന്ന അനുഭവം, സ്തോത്രം, ഇൻസ്ക്രിപ്റ്റ് that message in your heart, നമ്മെ വരും ദിവസങ്ങളിൽ നടത്തുവാൻ പര്യാപ്തമായ ഒരു ചിന്തയാണ് ദൈവത്തിന്റെ ദാസൻ നമുക്ക് നൽകിയിരിക്കുന്നത്. 2 Corinthians chapter 5 verse 7, അതിൽ നിന്നാണല്ലോ ആ വാക്യം എടുത്തിരിക്കുന്നത്. എന്നാൽ ആ വേദവചനം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്
ആ വാക്യത്തിന് ഒരു വൈഡർ കോണ്ടെക്സ്റ്റും കുറച്ചുകൂടെ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ആ പദപ്രയോഗം നടത്തുന്നത്. That is the key words or key theme of the passage. വിശേഷാൽ 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം അതിന്റെ 16 മുതൽ 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വരെയുള്ള ആ പ്രത്യേക വേദഭാഗമാണ് ഈ തീമിന്റെ വൈഡർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ പുസ്തകം മുഴുവൻ നമുക്ക് അങ്ങനെ എടുക്കുവാൻ കഴിയുമെങ്കിലും കുറച്ചുകൂടെ അതിനെ ലഘൂകരിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് പ്രിയമുള്ളവരെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗത്തെ അധീകരിച്ചുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് പ്രകാശനം തന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രകാശനം തന്ന പ്രൈമർലി when we say for we walk by faith not by sight. ആ വാക്യം തന്നെ മുഴുവനായി നമ്മൾ എടുക്കുമ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. For we walk by faith not by sight. ഈ വാക്യത്തെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അനേക വീക്ഷണങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാർ വിവേചിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കും. എന്നാൽ ഈ വാക്യം ആവർത്തിച്ച് ഞാൻ ഉദ്ധരിക്കുകയും എൻ്റെ ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പ്രാരംഭമായി എൻ്റെ അകത്തുണ്ടായ ചിന്ത ഇതാണ്. When Paul claims, പൗലോസ് ഇത് ക്ലെയിം ചെയ്യുമ്പോൾ അർത്ഥമാക്കുന്ന പ്രാരംഭ ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം ഞങ്ങൾ നയിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അങ്ങനെ ഒരു ആശയമാണ് നമുക്ക് പ്രാരംഭത്തിൽ കാണുവാൻ കഴിയുന്നത്. For we walk by faith. ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്, കാഴ്ചയാൽ അല്ല എന്ന് പറയുമ്പോൾ see there are people who walk by sight. കാഴ്ചയാൽ, അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ ജീവിതം കാഴ്ചയാൽ നയിക്കുന്നവരാണ്. കാണുന്നതിനനുസരിച്ച്, ലോകത്തിനനുസരിച്ച്, ലൗകികതയ്ക്ക് അനുസരിച്ച് തങ്ങളുടെ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ പൗലോസ് പറയുകയാണ് ഞങ്ങളുടെ ജീവിതം വ്യത്യസ്തമാണ്. അത് പൗലോസ് പറയുവാനുള്ള കാരണം എന്തെന്നറിയാമോ? താൻ ആർക്ക് ലേഖനം എഴുതുന്നുവോ അവരുടെ ജീവിതവും വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും പ്രാരംഭമായി എനിക്ക് കൈമാറുവാനുള്ള ഈ വേദഭാഗത്തെ അധീകരിച്ചുള്ള ആരംഭ ചിന്ത എന്ന് പറയുന്നത് we are supposed to lead a life of difference. വ്യത്യസ്തതയുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളാകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസിന്റെ ഒരു പദപ്രയോഗമുണ്ട്. ആ പദപ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് സംസാരിക്കുന്ന സമയത്ത് കൊരിന്ത്യയിലെ വിശ്വാസികളുടെ ചില സ്വഭാവ രീതികളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയുള്ളവരല്ലയോ? ശേഷം മനുഷ്യരെ പോലെയുള്ളവർ, മറ്റുള്ളവരെ പോലെ, സാധാരണക്കാരെ പോലെ, ലോകക്കാരെ പോലെയുള്ളവരല്ലയോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? അർത്ഥം ഇതാണ്, ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ ആക്കി വെച്ചത് നാം ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാനല്ല. ഇന്ന് രാത്രി ദൈവസഭയോടും എനിക്ക് കൈമാറുവാനുള്ള സന്ദേശം ഇതാണ്, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ, മറ്റുള്ളവരെ പോലെ ആകാൻ അല്ല. കുറച്ചുകൂടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒഴുക്കിനൊത്തു നീന്താൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ആ വ്യത്യസ്തതയുടെ മേഖലകളിൽ നമ്മെ തന്നെ ഒന്ന് പണിയുവാനും അതോടൊപ്പം തന്നെ ദൈവത്താൽ ഒന്ന് പണിയപ്പെടുവാനും മെട്രോ ദൈവസഭയായി
ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നാളുകളാകട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നാളുകളെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Paul and his associates, they claim that they live a life of difference. They were different from other people, worldly people, because when the worldly people, they lead their life inside, they claim that they live a life of faith. Dr. Radhakrishnan ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. Christians are ordinary people with extraordinary claims. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. എന്നാൽ അവർക്ക് അസാധാരണമായ അവകാശവാദങ്ങളുണ്ട്. ആഴത്തിൽ കാര്യങ്ങളെ പഠിച്ച തത്വചിന്തകനായ ഡോക്ടർ രാധാകൃഷ്ണൻ, ഭാരതം കണ്ടതിൽ പ്രമുഖനായ തത്വചിന്തകനാണ് നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ. അദ്ദേഹം പറയുകയാണ്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അവർ വെറും സാധാരണക്കാരാണ്, പക്ഷെ അവർക്ക് ചില അസാധാരണമായ അവകാശവാദങ്ങളുണ്ട്. എന്നാൽ ഞാൻ ആ വാചകം കേട്ടപ്പോൾ എനിക്കൊരല്പം അലോസരം അത് സംബന്ധിച്ചുണ്ടായി. അദ്ദേഹം തന്റെ തത്വജ്ഞാനത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും എനിക്ക് അതൊന്ന് ആവർത്തിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായത്, നമുക്ക് ക്ലെയിംസ് മാത്രമേ ഉള്ളൂ, ഒരു പരിധി വരെ അത് ശരിയാണ് താനും. അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് എന്നാണ്. പക്ഷെ ഞാന് ആ വാചകത്തെ ഇങ്ങനെ അങ്ങ് തിരുത്തി, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ not only with claims but experiences, extraordinary experiences. അങ്ങനെ അല്ലയോ ദൈവമക്കളെ? Not only we have extraordinary claims, വെറും അവകാശവാദങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ളതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഇന്ന് രാത്രി ആ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. എന്തെങ്കിലും ചില അവകാശവാദങ്ങൾ ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്, നാടൻ ഭാഷ പണ്ട് ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ ഉപ്പാപ്പായ്ക്ക് ആനയുണ്ടായിരുന്നു പറയുന്ന പോലെ ചിലരുടെ വിശ്വാസ ജീവിതവും പെന്തക്കോസ് ജീവിതവും ഒക്കെ, ഞങ്ങളുടെ അപ്പച്ചൻ എങ്ങനെ ആയിരുന്നു എന്നറിയാമോ, ഞങ്ങളുടെ അമ്മച്ചി എങ്ങനെയാണെന്ന് അറിയാമോ, ഉപ്പാപ്പായ്ക്ക് ആനയുണ്ടെന്ന് പറയുന്നതും അന്വേഷിച്ച് ചെല്ലുമ്പോ അയ്യോ അത് കുഴിയാനയായിരുന്നെന്ന് പറയുന്നതൊന്നുമല്ല. സ്വത്രം. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. whatever we claim, നാം എന്ത് അവകാശപ്പെടുന്നുവോ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാകണം. സ്വത്രം. പെന്തക്കോസിന് പറ്റിയ അപജയത്തിൽ ഒന്നെന്ന് പറയുന്നത് അപ്പന്മാരുടെ ജീവിതത്തിൽ അനുഭവമായിരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെറും അവകാശവാദങ്ങളോ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട ചില അവസ്ഥകളോ ഒക്കെ ആയിട്ട് ഒരുപക്ഷെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തിലും ആത്മഭാരത്തിലും എനിക്ക് ദൈവസഭയോട് പ്രബോധിപ്പിക്കുവാനുണ്ടായിരുന്നത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക്, നമ്മുടെ പൂർവ്വ മാതാക്കൾക്ക് അവകാശമായിട്ടുണ്ടായിരുന്ന സ്തോത്രം, അതിലെല്ലാം ഉപരി തലമുറകളിലേക്ക് അവർ കൈമാറിയ സ്തോത്രം, ഒരുപക്ഷെ നമുക്ക് കൈമോശം വന്ന ക്രൈസ്തലോ, ഒന്നുകൂടെ ഞാൻ ആ വാചകം പറയുകയാണ്, പിതാക്കന്മാർ നമ്മളിലേക്ക് കൈമാറി തന്ന, ഒരുപക്ഷെ നമുക്ക് കൈമോശം വന്ന, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കൈമാറ്റപ്പെട്ടതിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന്, അതോ കൈയേറ്റതിനെ കൈമോശം വന്നോ എന്നുള്ളത് ഇന്ന് രാത്രി അവരവർ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. ദൈവസഭയെ, കുടുംബങ്ങളെ, ദൈവമക്കളെ, ഞാൻ വെറുതെ വിളിച്ചു പറയുന്ന വാക്കുകളല്ല, ശക്തമായ ആത്മനിയോഗത്തിൽ ഞാൻ പറയുകയാണ്. പിതാക്കന്മാർ കൈമാറിയ ആത്മീക മൂല്യങ്ങൾ, സ്തോത്രം, ആത്മാവിന്റെ അനുഭവങ്ങൾ, പെന്തക്കോസ്തിന്റെ തനതായ അവസ്ഥകൾ എനിക്കും നിങ്ങൾക്കും കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അവയെ തിരികെ പ്രാപിക്കുവാൻ, അതേ ഉപവാസ പ്രാർത്ഥന നാം ചിലതൊക്കെ മടക്കി പ്രാപിക്കുന്ന ഒരു സമയമാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കൾ, കുടുംബങ്ങൾ, സഭ മൊത്തമായി ദിവസങ്ങളിൽ ചിലതിനെ തിരികെ പ്രാപിക്കുന്ന സമയമാണ്, പുതുക്കി പ്രാപിക്കുന്ന സമയമാണ്. സ്വന്തം ഒരുപക്ഷെ പൂർണ്ണമായി പോയിട്ടില്ലായിരിക്കും, മങ്ങലേറ്റ മേഖലകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ പൂർണ്ണമായി കൈമോശം വന്ന് കാണത്തില്ല. ഉപയോഗിക്കാതെ ഇരിക്കുന്ന ചിലതൊക്കെ
അതിന്റെ മൂർച്ച കുറയുന്നത് പോലെ, അതിന്റെ ശോഭ കുറയുന്നത് പോലെ, നമ്മുടെ ആത്മീക മൂല്യങ്ങളിൽ പലതും പൊടി പിടിച്ചതുപോലെ ആയിരിക്കുന്ന മേഖലകളിൽ ഒന്നുകൂടെ അതിനെ പുതുക്കിയെടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. സ്തോത്രം. whatever our forefathers experienced, നമ്മുടെ പൂർവ്വപിതാക്കൾ അനുഭവിച്ചത് ഇന്ന് വെറും അവകാശവാദമായി നിൽക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവയെ നമ്മുടെ അനുഭവമാക്കുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. So we are extraordinary. Though we are ordinary people, മറ്റുള്ളവരുടെ കാഴ്ചയിൽ നമ്മൾ സാധാരണക്കാരാണ്. ഇനി അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ നിങ്ങൾ ജീവിക്കുന്നെങ്കിലും പതിറ്റാണ്ടുകൾ അവിടെ ആയെങ്കിലും ഇവിടെ നിന്ന് കുടിയേറിയതിനേക്കാൾ വ്യത്യസ്തമായ ഒരുപാട് ഉയർച്ചകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിലും, വളർച്ചകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിലും, വിശാലതകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിലും, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യു ആർ ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ. ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാരായ മനുഷ്യരാ. കുറച്ച് സമ്പത്തിന്റെ വലിപ്പമൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് അസാധാരണത്വം ലൗകിക നിലയിലൊന്നും നമുക്ക് പറയാനായിട്ടില്ല. വി ആർ ജസ്റ്റ് ഓർഡിനറി പീപ്പിൾ. അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടം നമുക്ക് തെളിയിച്ചു തന്നല്ലോ, നമ്മളൊക്കെ വെറും സാധാരണക്കാരും മൂക്കിൽ വെറും ശ്വാസമുള്ള മനുഷ്യരും ഒക്കെയാണെന്നുള്ളത് തെളിയിച്ചു തന്നല്ലോ. ഒരു വ്യത്യാസവും ഇല്ലെന്നുള്ളത്. വൈറ്റ് ഹൗസ് തൊട്ട് ഈ ബോംബെയിലെ ഞാൻ പാർക്കുന്ന ഇടത്തിലെ ഏറ്റവും വലിയ കുടിൽ വരെ സമാനതകളിൽ ഒന്നാണെന്നുള്ളത് ഈ കാലഘട്ടം തെളിയിച്ചു തന്നു. വ്യത്യാസമൊന്നും ഇല്ലല്ലേ? വൈറ്റ് ഹൗസ് തൊട്ട് ബോംബെയിലെ ഏറ്റവും ചെറിയ സ്ലം വരെയുള്ള പാർക്കുന്ന ആളുകളൊക്കെ തുല്യരാണെന്നുള്ളത് അദൃശ്യമായ ഒരു കൊറോണ വൈറസ് നമുക്ക് തെളിയിച്ചു തന്നു. നമുക്ക് അങ്ങനെയൊന്നും ഇനി അവകാശവാദമൊന്നും ഉയർത്താനില്ല. നാം വലിയവരാണെന്നോ ഉയർന്നവരാണെന്നോ നേടിയവരാണെന്നോ ഒന്നും നമുക്ക് അവകാശവാദമൊന്നും പറയാനില്ല. എന്നാൽ നമുക്ക് അവകാശവാദങ്ങൾ ഉള്ളത് നമ്മുടെ ആത്മീക മൂല്യങ്ങളിലും അനുഭവങ്ങളിലുമായിരിക്കണം. സ്തോത്രം. ഞാനൊരു സാധാരണക്കാരനാണ് ലോകത്തിൽ, പക്ഷെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ അസാധാരണക്കാരനാണ്. അതിന് അനേക കാരണങ്ങളുണ്ട്. അതിലൊന്ന്, എന്റെ ദൈവം അസാധാരണനായ ദൈവമാണ്. I serve an extraordinary God. Hallelujah. Oh, praise the Lord. Hallelujah. ദൈവം എന്നെ ആക്കിയിരിക്കുന്ന അവസ്ഥ, it is an extraordinary state. ദൈവം എന്നെ ഏൽപ്പിച്ച അവന്റെ പ്രമാണം, it is an extraordinary law. Oh, hallelujah. ഞാൻ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്, it is an extraordinary experience. ഞാൻ എന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ജീവിത വിശുദ്ധി, it is an extraordinary state of Christian life. അങ്ങനെ എത്ര മേഖലകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയും. ഞാൻ ശേഷം മനുഷ്യനെ പോലെ അല്ല, പ്രസ്താവിച്ചുകൊണ്ട് നടക്കുവാൻ വേണ്ടിയല്ല, പ്രായോഗികമാക്കുവാൻ വേണ്ടി. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുകയാണ്, let us keep the difference in the sight of God and let others see the difference in our lives. ദൈവവുമാകെ ആ വ്യത്യസ്തത പാലിക്കുന്നത് നിമിത്തം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ നമ്മളിൽ ആ വ്യത്യാസം കാണുവാനിടയായി തീരട്ടെ. മറ്റൊരു ചിന്ത ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുള്ളത്, എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം ഞാൻ അവിടെ വന്നപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അനേക തവണ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ, മുഖാമുഖം കാണാൻ, ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. നല്ല അവസരങ്ങളെ ഞാൻ ഓർക്കും. നിങ്ങളുടെ സ്നേഹവും സൽക്കാരവും ഒക്കെ അനുഭവിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. നമ്മുടെ സിൽവർ ജൂബിലി നാക്കോ കോൺഫറൻസിന് വന്ന് മുഖാമുഖമായി കാണാൻ ആഗ്രഹിച്ചത്, പക്ഷെ ഇങ്ങനെ സൂമിലൂടെ കാണാനാണ് ദൈവം അവസരം തന്നത്. എല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം. അതിനായും കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ ചിന്ത എന്ന് പറയും, നമ്മുടെ ജീവിതത്തിന്റെ ആ വ്യത്യസ്തതയുടെ മേഖല സംബന്ധിച്ചൊരു ചിന്ത ഞാൻ വായിച്ചത്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ദ വേ ലൈഫ് ടേക്സ് യു. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ജീവിതം നമ്മളെ കൊണ്ടുപോകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നതല്ല, ബട്ട് ടേക്കിംഗ് ദ ലൈഫ് ദ വേ വി ഷുഡ് ഗോ. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ക്രിസ്ത്യ ജീവിതത്തിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ജീവിതം നമ്മെ കൊണ്ടുപോകുന്ന വഴിയിലൂടെ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ട വഴിയിലൂടെ നയിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം.
രണ്ട് വഴിത്താരകളുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, there are two paths. ഒന്ന്, ജീവിതം നമ്മെ കൊണ്ടുപോകുന്ന ഒരു വഴിയുണ്ട്, സാഹചര്യം നമ്മെ കൊണ്ടുപോകുന്ന വഴി, സമ്മർദ്ദങ്ങൾ നമ്മെ കൊണ്ടുപോകുന്ന വഴി, ആയിരിക്കുന്ന മേഖലകൾ നമ്മെ കൊണ്ടുപോകുന്ന വഴി, ലോകത്തിന്റെ വഴി എന്നതിനെ വിളിക്കാം. എന്നാൽ ആ വഴിയിലൂടെ അങ്ങ് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒഴുക്കിനൊത്ത് നീങ്ങിപ്പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒരു ചത്ത മീനെ വെള്ളത്തിലോട്ട് ഇട്ടാൽ അത് ആ ഒഴുക്ക് പോകുന്നതിനനുസരിച്ച് അങ്ങ് ഒഴുകിപ്പോകും. ഒഴുക്കിനൊത്തൊരു ചത്ത മീൻ ഒഴുകിപ്പോകും. എന്നാൽ ഒരു ജീവനുള്ള മീനാണെങ്കിൽ അത് ഒഴുക്കിനൊത്ത് നീങ്ങിപ്പോകുകയല്ല, അത് ഒഴുക്കിനെതിരെ നീന്തിപ്പോകുക. ശ്രദ്ധിക്കുക, ഇതാണ് ക്രിസ്തീയ ജീവിതം. സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയെന്നൊക്കെ ചിലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സംഭവിക്കാറുമുണ്ട്, സത്യമാ, അംഗീകരിക്കുന്നു. പക്ഷെ എപ്പോഴും നമ്മള് സാഹചര്യം നിമിത്തം അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവര്, നമ്മൾ ചത്ത മീന് തുല്യ. നമ്മൾ ജീവനില്ല. ഒന്ന് സംഭവിക്കാം, രണ്ട് സംഭവിക്കാം, വീഴ്ച സംഭവിക്കാത്ത മനുഷ്യരില്ലെന്ന് പറയാം, അംഗീകരിക്കുന്നു. പക്ഷെ എപ്പോഴും നമ്മൾ ഒഴുക്കിനൊത്ത് മാത്രം ഒഴുകാനാണോ? നമ്മിൽ വ്യാപരിക്കുന്ന ജീവന്റെ വ്യാപാരം നിമിത്തം ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിനെതിരെ നീന്താൻ, സ്തോത്രം 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 സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ദൈവമക്കളോട് പറയുകയാണ്, സമ്മർദ്ദങ്ങൾ വലുതാണ്, സാഹചര്യങ്ങൾ നമ്മെ ഒഴുക്കി കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്നുണ്ട്. But as a child of God, but as a true child of God, as a man of God, having the unction of the Spirit of God, anointing of the Spirit of God, പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിയോഗമുള്ള ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ പൈതലെ, നീ ഉണ്ടല്ലോ ഒഴുക്കിനൊത്ത് നീങ്ങിപ്പോകാൻ ഉള്ളവളല്ല, നേരെ മറിച്ച് ഒഴുക്കിനെതിരെ നീങ്ങാൻ, ഹല്ലേലൂയ, നിന്നിലൊരു വ്യാപാര ശക്തി ദൈവം അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, അതിനുള്ള ശക്തി നിങ്ങൾ പുതുക്കുവാനുള്ള ഒരു സമയമാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമയം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ മുന്നേറ്റത്തിനായിട്ട് നാം നമ്മുടെ ശക്തി പുതുക്കുന്ന, കൃപ പുതുക്കുന്ന, ആത്മബലം പുതുക്കുന്ന അവസരങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, only the people who keep difference can make the difference എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വ്യത്യസ്തത കാത്തു സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ വ്യത്യാസങ്ങളെ ഉളവാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കുക ദൈവമക്കളെ, wherever you are placed, you are a representative of God, you are an ambassador of God. നീ ദൈവത്തിന്റെ ഒരു സ്ഥാനാപതിയാ, സ്വർഗത്തിന്റെ ഒരു സ്ഥാനാപതിയാ. ആയിരിക്കുന്ന സ്ഥാനത്ത് മാറ്റങ്ങളെ ഉളവാക്കുവാനാ ദൈവം നിന്നെ വിളിച്ചത്. മാറ്റങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാറ്റങ്ങളെ ഉളവാക്കുവാൻ ദൈവം നിന്നെ ആക്കി വെച്ചതാ. അനേക യൗവനക്കാരെ, പ്രിയമുള്ളവരെ, യെരുശലേമിൽ നിന്ന് അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ പാർപ്പിച്ചു, സൗകര്യങ്ങളും പരിശീലനങ്ങളും കൊടുത്തു. അവരിൽ പലരുടെയും അഡ്രസ് നമുക്ക് അറിഞ്ഞുകൂടാ, പേര് നമുക്ക് അറിഞ്ഞുകൂടാ. കുറെ പേരെ കൊണ്ടുപോയെന്ന് നമുക്കറിയാം, പക്ഷെ എല്ലാവരുടെയും പേര് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 4 പേരുടെ പേര് നമുക്കറിയാം, അല്ലെ? 4 പേരുടെ പേര് നമുക്കറിയാം. അവരുടെ പേര് നമ്മൾ പറയും, പ്രസംഗകരെല്ലാം പറയും, ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്തുകൊണ്ട് അവരുടെ പേര് നമ്മൾ പറയുന്ന? തിരുവചനത്തിൽ ഈ പേരെഴുതപ്പെട്ടത് എന്താണെന്നറിയോ? കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരുത്തരായിരുന്നു അവരെങ്കിൽ, ഒന്നുകൂടെ ഞാനങ്ങ് പറയുക, കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരുത്തനായി ദാനിയേൽ ജീവിച്ചെങ്കിൽ, മറ്റു 3 പേര് ജീവിച്ചെങ്കിൽ, അവരുടെ പേര് ചരിത്രത്തിലോ തിരുവചനത്തിലോ ഉണ്ടാകുമായിരുന്നില്ല. പ്രസംഗകരുടെ നാവിന്മേൽ ആ പേരെടുക്കുമായിരുന്നില്ല. എന്നാൽ അന്യദേശത്ത് അടിമകളാണെങ്കിലും, സ്തോത്രം, അവരുടെ ദൈവത്തിന്റെ നാമനിമിത്തവും
അവര് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രമാണ നിമിത്തവും അവർ വ്യത്യസ്തത പുലർത്താൻ തയ്യാറായതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വില കൊടുത്താണെങ്കിലും, ജീവന്റെ വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ദൈവത്തിനു വേണ്ടിയും അവന്റെ പ്രമാണത്തിനു വേണ്ടിയും ഞങ്ങൾ നിൽക്കുമെന്ന് അവർ തീരുമാനമെടുത്തത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവര് വ്യത്യസ്തരായി എന്ന് മാത്രമല്ല, ആയിരുന്ന മണ്ഡലങ്ങളിൽ അവർ വ്യത്യാസങ്ങൾ വരുത്തി അവരുടെ ദൈവത്തിനു വേണ്ടി. സ്തോത്രം. അവരാരാണെന്ന് വെളിപ്പെട്ടു, അവരുടെ ദൈവം ആരാണെന്ന് വെളിപ്പെട്ടു. ഓ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ കുറിച്ച് ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൽ ആരാണെന്നുള്ളത്, നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് ഈ കാലഘട്ടത്തോട് വെളിപ്പെടുത്തണമെങ്കിൽ നാം വ്യത്യസ്തതയുള്ളവരായി നിന്നെങ്കിൽ മാത്രമേ ഇടയായി തീരുകയുള്ളൂ. സമയം ഓടിപ്പോകുന്നുവല്ലോ. വളരെ പരിമിതമായ നിലയിൽ എന്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഈ പദപ്രയോഗം നടത്തുന്നതിലൂടെ തങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തതകളെയാണ് തുറന്നു കാട്ടുന്നത്. അതെന്തിനെന്ന് ചോദിച്ചാൽ, ഓരോ പുതിയ നിയമവിശ്വാസിയും ആ നിലയിൽ തങ്ങളുടെ ജീവിതം നയിക്കണമെന്നുള്ളതാണ്. ആ വൈഡർ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ വ്യത്യസ്തതയുടെ പല മേഖലകൾ കാണാം. ചില മേഖലകൾ ഞാൻ ഒന്ന് എടുത്തു പറയാം. ഒന്ന്, they had a different perspective of life. അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. They had a different focus or priority for life. അവരുടെ ജീവിതത്തിന്റെ പ്രാധാന്യതകൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ there was difference in their goals or in their aims. അവരുടെ ലക്ഷ്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ. See the difference in their perspective. അവരുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങൾ. എല്ലാവരും കാണുന്നത് പോലെ അല്ല അവർ ജീവിതത്തെ കണ്ടത്. എല്ലാവരും കാണുന്നത് പോലെ അല്ല അവർ ഇഹലോക ജീവിതത്തെയും വരുവാനുള്ള ജീവിതത്തെയും കണ്ടത്. നാം മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, it is our perspective. നമ്മുടെ കാഴ്ചപ്പാടാ. നമ്മൾ ഏത് കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുന്നു, ജീവിതത്തെ കാണുന്നു, ലോകത്തെ കാണുന്നു, ദൈവത്തെ കാണുന്നു, വചനത്തെ കാണുന്നു, ഇതെല്ലാമാണ് നമ്മളെ നാം അറിയാതെ നിയന്ത്രിക്കുന്ന വിഷയം എന്ന് പറയും. Knowingly or unknowingly, you are controlled by your perspective. കാഴ്ചപ്പാട് അത് തെറ്റിയാൽ കാര്യങ്ങളെല്ലാം തെറ്റും. എന്നാൽ കാഴ്ചപ്പാട് ശരിയായാൽ നമ്മുടെ ജീവിതം ശരിയാവും. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവിക വീക്ഷണത്തിൽ, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ പുതുക്കുവാൻ ദൈവം നമുക്ക് ആത്യന്തികമായിട്ട് കൃപ ചെയ്യണം. ഈ വേദഭാഗം മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ കാഴ്ചപ്പാടിന്റെ ശ്രേഷ്ഠത എന്തായിരുന്നു എന്നറിയാമോ? They were looking earthly things in heavenly point of view. ഈ ഭൂമിയിലുള്ള സകല അനുഭവങ്ങളെയും സ്വർഗത്തിന്റെ വീക്ഷണത്തിലാണ് പൗലോസ് തന്റെ കൂട്ടുകാർ അവർ ഒരുമിച്ച് കണ്ടിരുന്നത്. അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ചുരുക്കി ഞാനങ്ങ് പറയുകയാണ്, സമയം തീരുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാട് സ്വർഗീയ വീക്ഷണത്തിലായിരിക്കണം. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ട്. അത് മങ്ങിയാൽ നാം പരാജയപ്പെടും. അബ്രഹാമിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ലോകത്തുമായിട്ടൊക്കെ പിരിയുന്ന സമയത്തൊക്കെ എത്ര കൂളായിട്ടാ തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചേനെ. എന്നെ ദൈവം വിളിച്ചത്, ഞാൻ എടുത്ത എന്റെ ബാക്കി വല്ലതും ഉണ്ട്, നീ എടുത്തോ. അയ്യോ, ഇതൊന്നുമല്ല, നീ ഇടത്തോട്ട് പോന്നെ, ഞാൻ വലത്തോട്ട് പോക്കാം കുഞ്ഞെ, നീ അങ്ങ് എടുത്തോ, എനിക്കിത് വിഷയമല്ല. കാര്യം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല എന്റെ വിഷയം, ഞാൻ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതാണ് എന്റെ വിഷയം. സ്തോത്രം. ഇനി മരുഭൂമിയിലോട്ടാ ഞാൻ പോകുന്നതെങ്കിലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ
അതിനെ ജലതടാകമാക്കി മാറ്റാൻ എന്റെ ദൈവ ശക്തനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം എവിടെയായിരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നാം ആരുടെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. നമ്മുടെ തിരഞ്ഞെടുപ്പ് അത് ദൈവികമായതാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം പരാജയപ്പെടുവാനായിട്ട് ഒരിക്കലും ഇടവരികയില്ല. ആ കാഴ്ചപ്പാടിന്റെ മൂർധന്യതയാണ് പ്രിയമുള്ളവരെ നമ്മൾ എബ്രായർ 11 വരുമ്പോൾ, വിശ്വാസത്താൽ അബ്രഹാം താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് പുറപ്പെട്ടു. എന്നിട്ട് നാം വായിക്കുന്നത്, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇനി എത്ര സമ്പന്നരാണെങ്കിലും അബ്രഹാമിനുണ്ടായിരുന്ന സമ്പന്നതയുടെ 1% ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടെ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. എനിക്ക് നിങ്ങളോട് വല്ല സംഭാവന റീജിയന്റെ പ്രവർത്തനത്തിന് ചോദിക്കാമല്ലോ. അബ്രഹാമിന് ഉണ്ടായിരുന്ന സമ്പത്തിന്റെ 1% പോലും ഉള്ള ആളുകൾ ആരും മെട്രോ ചർച്ച് കോഡിൽ ഇന്നില്ലെന്നാ എന്റെ വിശ്വാസം. എന്റെ കാഴ്ചപ്പാടാന്നേ, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളുക, കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ ഈ കൂടാരത്തിൽ പാർത്തെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഉടനെ നമ്മൾ വിചാരിക്കുന്നത് ഈ ബോംബെയിലെ സ്ലം പോലത്തെ വീട്, അങ്ങനൊന്നും അല്ല. പോട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 318 വീട്ടിൽ ജനിച്ച അഭ്യാസികളൊക്കെ എന്ന് പറഞ്ഞ ഒരു ദേശം മുഴുവൻ മൂടിക്കിടക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അബ്രഹാമിന്റെ, അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ, അവൻ ബഹുസമ്പന്നനായിരുന്നെന്നാണ് 13-ാം അധ്യായത്തിൽ ഉൽപ്പത്തി നമ്മൾ ബഹുസമ്പന്നൻ എന്ന് പറഞ്ഞ മൾട്ടി ബില്യനെയർ എന്നോ വല്ലൊക്കെ ഇന്നത്തെ ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പറയുക, അവനെ കുറിച്ച് പറയുക, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായിട്ട് അവൻ കാത്തിരുന്നു. ഇവിടെ എന്തുണ്ടെങ്കിലും നല്ല കാര്യം, ഗ്രഹവിചാരകത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ അതിനെ കൈകാര്യം ചെയ്തു കൊള്ളുക. പക്ഷെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്തിനെ കുറിച്ചായിരിക്കണം എന്നറിയോ? നിത്യതയെ കുറിച്ചായിരിക്കണം. ആ കാഴ്ചപ്പാടാണ് പൗലോസ് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ദിസ് ഈസ് ദ പെർസ്പെക്റ്റീവ്. ഞങ്ങൾ കാണുന്നതിനെ അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും കണ്ണിൽ വരുന്നില്ല എന്നല്ല. ആടും മാടും സ്വർണവും വെള്ളിയും പരിചാരകരും എല്ലാം ഇഷ്ടം പോലുണ്ട്. ദൈനംദിന ജീവിതത്തിൽ കണ്ണിൽ കാണുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. കണ്ണിൽ കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഹൃദയത്തിൽ ഇടം പിടിക്കുന്നില്ല എന്നുള്ളതാ. ഹൃദയത്തിൽ ഇടം പിടിക്കുന്നുള്ളത് ഇല്ല. സ്വത്രം സ്വത്രം. കണ്ണിൽ കാണുന്നുണ്ട്, കൈകൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് പലതും, പക്ഷേ ഇതിനൊന്നും ഹൃദയത്തിൽ ഇടമില്ല. ദൈവമക്കളോട് ഞാൻ പറയാ, നന്മ അനുഭവിച്ചു കൊള്ളുക, ഉയർച്ചകൾ പ്രാപിച്ചു കൊള്ളുക, വിശാലതകളിൽ ജീവിച്ചു കൊള്ളുക, പക്ഷെ അകത്തിതൊന്നും കടക്കാൻ അനുവാദം കൊടുക്കാതെ പൗലോസിനോട് ചേർന്ന് പറയണം, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് താൻ പറയുകയാണ്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. സ്വത്രം. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം, ഒരു ചിന്തകന്റെ ചിന്ത പറയാം. That which is not eternal has no value in eternity. സമയം തീരുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണെങ്കിലും ഇക്കാര്യം ഹൃദയപ്പലകയിൽ എഴുതണം. That which is not eternal has no value in eternity. നിത്യമല്ലാത്തതിനൊന്നും നിത്യതയിൽ വിലയില്ല. കേട്ടോ, നിത്യമല്ലാത്തതിനൊന്നും നിത്യതയിൽ വിലയില്ല. വലിയ വീടായാലും വില കൂടിയ കാറായാലും ഉന്നതമായ ജീവിത സൗകര്യങ്ങളായാലും മൂല്യം നിർണയിച്ചാൽ ഇവിടെ വിലയുണ്ടാകും, ഇവിടെ വിലയിട്ടെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം, അതിനൊന്നിനും നിത്യതയിൽ വിലയില്ല. നിത്യതയിൽ വിലയില്ല. നിത്യമായതല്ലാത്തതിനൊന്നും നിത്യതയിൽ വിലയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസഭയോട്, ദൈവമക്കളോട് പറയുകയാണ്, നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ. താൽക്കാലികമായതിനു വേണ്ടി ജീവിച്ച് അവസാനിക്കാതെ, സ്വത്രം, മണ്ണെ പ്രതി മാണിക്യം വെടികയില്ലെന്ന് പൂർവ്വപിതാക്കന്മാർ പാടുകയും പ്രായോഗികമാക്കുകയും ചെയ്തതുപോലെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തതയുള്ളവരായി, രണ്ടാമത് നമ്മുടെ പ്രാധാന്യതയിൽ വ്യത്യസ്തതയുള്ളവരായി, മൂന്നാമത് നമ്മുടെ ലക്ഷ്യത്തിൽ വ്യത്യസ്തതയുള്ളവരായി. വിശദീകരിക്കുവാൻ സമയമില്ല. ചുരുക്കി പറയുകയാണ്, ബി ഡിഫറെന്റ് ഇൻ യുവർ പെർസ്പെക്റ്റീവ്, in your focus and in your goals, then you will make the difference
wherever you are placed for the glory of God. ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് വ്യത്യസ്തത പുലർത്തി ദൈവത്തിന് വേണ്ടി വ്യത്യാസങ്ങളെ ഉളവാക്കുവാൻ സർവശക്തൻ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമുക്ക് ഒരുമിച്ച് ഇടവരുത്തട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന അവസരത്തിന് ദൈവദാസനോട് സഭയോട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങളെഴുതി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. ഇന്ന് രാത്രി വ്യത്യസ്തമായ രീതിയിൽ Hallelujah ഒരു വ്യത്യസ്തമായ സന്ദേശം കർത്താവിന്റെ ദാസനോട് ദൈവം നമുക്ക് തന്നു. Amen. നാം വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന ചിന്തകൾ അനുസരണം Hallelujah പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് when we say we walk by faith, the Holy Spirit is reminding us, let us walk differently. വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. Let's walk with a different perspective. Let's walk with a different focus and let's walk with different goals. Hallelujah. വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ ആമേൻ ഹല്ലേലൂയ കേന്ദ്രബിന്ദു നമുക്ക് വെച്ചുകൊണ്ട് കർത്താവേ, താൽക്കാലികമല്ല കർത്താവേ, നിത്യമായതിനു വേണ്ടി ഓടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിത്യതയുടെ ദർശനം എന്റെ കണ്ണുകൾ മേൽ കർത്താവേ അങ്ങ് പതിപ്പിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവദാസനോട് വിശേഷാൽ നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പാട്ടുകൾ ചരണങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു. മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്. മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി സ്തുതി ചെയ്. മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്. മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലേ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ മരണത്തിനാലേ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ സ്തുതി ചെയ്. മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ സ്തുതി ചെയ്. മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ.
നാഥനെ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനേ. ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനേ. നമുക്ക് നമ്മുടെ ശബ്ദങ്ങളെ ഉയർത്തി അവങ്കിലേക്കൊന്ന് നോക്കാം. ഈ രാത്രികാലം സർവസ്തുതികളും അവങ്കിലേക്ക് ഉയരട്ടെ. എല്ലാവരും ഒറ്റ ശബ്ദത്തോടെ, ഒരേ ശബ്ദത്തോടെ നമ്മുടെ വായ വിസ്താരത്തിൽ തുറന്ന് കൈകളെ അടിച്ച് അല്പസമയം ഒന്ന് ദൈവത്തെ ആരാധിക്കാം. There is none like you. There is none like you, Jesus. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവസ്തുതികൾക്കും യോഗ്യനെ, സർവമഹത്വത്തിനും യോഗ്യനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്ന നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്ന നാഥ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്ന നാഥ. സർവമഹത്വത്തിന് യോഗ്യനാണല്ലോ കർത്താവേ. നീ വിശ്വസ്തൻ, നീ വാക്കുമാറാത്തവൻ. ദൈവമേ, നിന്നെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്ന നാഥ, നിന്നെ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്ന നാഥ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We worship you, Jesus. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നോരാത്മാ സ്നേഹിതൻ വേറാരിനി. സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതിച്ചേ മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിനു ഭാഗ്യം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.